എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനൊരു വീഡിയോയുമായിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട ചില സംഗതികളൊക്കെ നിങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മുതൽ പഴയതുപോലൊന്നുമല്ല. നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ പുറത്തുനിന്ന് ഒരു നാരങ്ങ വെള്ളമോ ഒരു ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശപ്പിന് മേടിച്ച് കഴിക്കുന്നവരാണെങ്കിൽ ഒന്ന് കരുതിയിരുന്നോളൂ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു വീഡിയോയുമായിട്ട് കൊണ്ടുവന്നത്. കാര്യം നമ്മൾ പഴയത് ഒരു ചീട്ട് നമുക്കറിയാമല്ലോ, ഒരു ചായയോ അല്ലെ ഒരു വടയോ ഒക്കെ മേടിച്ച് തിന്നുമ്പോഴത്തേക്ക് എത്ര രൂപയാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ രൂപം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് നമ്മൾ പേഴ്സിൽ തപ്പും, പൈസ ഉണ്ടോ എന്ന് നോക്കും. ഒരു ചായയും വടയും കുടിക്കാനായിട്ട് നോക്കിയിട്ട് നമ്മൾ കടയിലോട്ട് കഴിക്കാനായിട്ട് കയറുന്ന സമയത്ത് പൈസ കൊടുക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ പഴയതിനേക്കാൾ കൂടുതൽ 5, 6, 7 രൂപ ഞങ്ങൾ അധികം കൊടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ചിലരുടെ കയ്യിലെങ്കിലും കഷ്ടിച്ചായിരിക്കും പൈസ ഉണ്ടാവുക. എന്ന് വെച്ചാൽ ബാക്കി വണ്ടിക്കൂലിക്ക് കൊടുക്കാനുള്ള പൈസ മാത്രമേ ചിലർക്കെങ്കിലും കയ്യിലുണ്ടാവുള്ളൂ. അപ്പോൾ അവരാകെ പെട്ടുപോകുന്ന ഒരു അവസ്ഥയിലാവും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴെങ്കിലും ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്. നമ്മുടെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ 2024 നവംബർ 24 പുതുക്കിയ ഒരു വിവര പട്ടികയുണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റുകാരും ഹോട്ടലുകാരും അതിൻ്റെ ആ ഒരു അസോസിയേഷനൊക്കെ ചേർന്നിട്ട് പുതിയ വിവര പട്ടികയുണ്ട്. ആ വിവര പട്ടിക നിങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അത് എന്താണെന്നും അതേക്കുറിച്ചൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കി വരാം. ഞാൻ എല്ലാം നോട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, പുതുക്കിയ വിവരം അനുസരിച്ച്, ഇപ്പോഴത്തെ ആ ഒരു പുതിയ വില അനുസരിച്ച് ഒരു ഗ്ലാസ് ചായയുടെ വില 14 രൂപയാണ്. ഒന്ന് ഓർത്ത് നോക്കൂ, ഒരു ഗ്ലാസ് പാലിന് എത്ര രൂപയാണ്? സെയിം വില തന്നെയാണ്. ഇവിടെയൊക്കെ പശുവിൻ പാലിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് പാലിന്, അത് ഇത്രയൊക്കെ കാണുള്ളൂ ഗ്ലാസ്, അതിന് 14 രൂപയാണ് ഇവിടെയൊക്കെ വില. സെയിം ആ വില തന്നെയാണ് ഒരു ഗ്ലാസ് ചായയ്ക്ക്. ആ ചായ ഒരു നല്ലൊരു ചായ ആണെങ്കിൽ വേണ്ടില്ലല്ലോ. ഹോട്ടലിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന, റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ചായ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൊരു ഗ്ലാസ് ആയിരിക്കും. ആ ഗ്ലാസിൻ്റെ 1/4 ഭാഗം പതയായിരിക്കും. ആ 1/4 ഭാഗം മാത്രമേ ചായ ഉണ്ടാവുള്ളൂ. പിന്നെ പകുതിയും വരെ 1/4 ഭാഗം എന്ന് പറയുന്നെങ്കിലും അര ഭാഗം വരെ ചായയും പിന്നെ ബാക്കി 1/4 ഭാഗത്തോളം എന്താണ് പതയുമായിരിക്കും. പിന്നെ ആ ചായ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒഴിക്കുകയാണെങ്കിൽ ലങ് വരെ പോവും. ഗ്ലാസ് കഴുകി ഒഴിച്ച രീതിയിലായിരിക്കും ചായയുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ. നമുക്ക് തോന്നും ചായ ഗ്ലാസ്സൊക്കെ കഴുകി മീത്തി വെച്ചതായിരിക്കും എന്ന്. കാരണം പാല് പെരുവഴി കൂടെ പോലും പോയിട്ടുണ്ടാവില്ല. അതാണ് ഈ ഒരു ചായയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചായയ്ക്ക് 14 രൂപയാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് പിന്നെ എന്താണ്, തേയില ധാരാളം വാരി ഇട്ടേക്കും. അതുകൊണ്ട് കുഴപ്പമില്ല, തേയിലയൊക്കെ കാര്യത്തിന് കിട്ടും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കാപ്പിയുടെ വിലയെന്ന് വെച്ചാൽ 15 രൂപയാണ്. അതായത് കാപ്പിപ്പൊടി വെള്ളമില്ലേ, കാപ്പിപ്പൊടി ഇട്ട കാപ്പി, ബ്രൂ കോഫി എന്നൊക്കെ പറയും. പക്ഷേ ഒറിജിനൽ ബ്രൂ കോഫി ഒന്നും കിട്ടത്തില്ല. അവർ നോർമൽ കാപ്പിപ്പൊടിയിൽ തന്നെയാണ് കൂടുതലും ഇതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ, കൂടുതലും എനിക്ക് തോന്നുന്നു ഈ ഹോട്ടലുകളിലൊക്കെ അധികവും ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കോഫി ഉണ്ടാക്കുന്നത് കൂടുതലും അവരുപയോഗിക്കുന്നത് ഈ 2 രൂപയുടെ കാപ്പിപ്പൊടി ഉണ്ടല്ലോ, കുഞ്ഞു പാക്കറ്റ് ഉണ്ടല്ലോ, അതാണ് അവർ ഒരു ചായയ്ക്ക് 1 എന്നുള്ള കണക്കിൽ അങ്ങനെയും മറ്റോ ആണ് അവർ ഉപയോഗിക്കുന്നത്. ഇത് കാപ്പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, കോഫി എന്നല്ല. അപ്പം എനിക്ക് തോന്നുന്നു പാല് ചേർക്കാത്തതാണ് കേട്ടോ. അതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 15 രൂപയാണേ. പാല് ചേർത്തതല്ല, പാല് ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്നതിന് കോഫി എന്നാണ് പറയുന്നത്. ഇത് കാപ്പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതിന് 15 രൂപയാണ്. പിന്നെ അതുപോലെ കട്ടൻ്റെ വിലയാണ് എനിക്ക് ചിരി വന്നത് കേട്ടപ്പോൾ. 12 രൂപയാണ് ഒരു കട്ടൻ കാപ്പിക്ക്. ഒന്ന് ഓർത്ത് നോക്കൂ, വെറും വെള്ളത്തിൽ ഒരു തുള്ളി, ഒരു കട്ടൻ കാപ്പിക്ക് എത്ര തേയിലയാണ് വേണ്ടത്? അതിന് എത്ര പഞ്ചസാരയാണ് ആവുന്നത്? വെറും വെള്ളത്തിൽ ഒരു തുള്ളി തേയിലയും ഇത്ര പഞ്ചസാരയും കൂടി ഇട്ട് നമുക്ക് തരുന്നതിന് പൈസ എന്ന് പറയുന്നത് എന്താണ്? 12 രൂപയാണ്. ഒന്ന് ഓർത്ത് നോക്കൂ, എങ്ങോട്ടാണ് ഈ പോക്ക്? പിന്നെ പത്തിരി എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ പത്തിരി എന്ന് ഉദ്ദേശിക്കുന്നത് അരിപ്പത്തിരി ആയിരിക്കും കേട്ടോ. എന്തായാലും പത്തിരിയുടെ വില എത്രയാണെന്ന് വെച്ചാൽ 14 രൂപയാണ് ഒരു പത്തിരിയുടെ വില.
അത് ഒരു പത്തിരി, ഒരു വലിയൊരു പത്തിരി ആണെങ്കിലും വേണ്ടൂലല്ലോ, അതേ ഇത്ര കാണും. ഒരു ഇഡലിയേക്കാളും കുറച്ചുകൂടി വലിപ്പം കാണും പത്തിരി എന്നൊക്കെ ഇവർ ഉദ്ദേശിക്കുന്ന പത്തിരി. അപ്പോൾ ആ പത്തിരിയുടെ വില 14 രൂപയാണ്. കടയിൽ കയറി കഴിക്കുന്നവരൊന്ന് ശ്രദ്ധിച്ചു കേട്ടോ. പിന്നെ അതുപോലെ ബോണ്ടയുടെ വിലയെന്ന് പറഞ്ഞാൽ 14 രൂപയാണ് ഒരു ബോണ്ടയ്ക്ക് പറഞ്ഞിരിക്കുന്ന വില. എന്താ അല്ലേ, 5-ൽ കിടന്നു, പിന്നെ അത് 8ആയി, 10ആയി, 12ആയി, ഇതേ ഇപ്പോൾ 14 ഒറ്റയടിക്കായിരിക്കുകയാണ്. ആ ബോണ്ടയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രേ കാണൂ ആ ഒരു ബോണ്ട, പക്ഷെ അതിനകം ശരിക്കും പച്ച മാവായിരിക്കും, ശരിക്കും വേവത്ത് കൂടിയില്ല. കാര്യം നന്നായിട്ട് എണ്ണയെ കിടന്ന് മൊരിയണമെങ്കിലുണ്ടല്ലോ, എണ്ണയ്ക്കൊക്കെ നല്ല വൃത്തിയായിട്ട് പണം അങ്ങോട്ട് കൊടുത്തേ പറ്റുള്ളൂ. അതുമാത്രമല്ല ഇവരൊക്കെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയോ ഒന്നുമല്ല ഉപയോഗിക്കുന്നത്. ഉപയോഗിച്ച എണ്ണകളിൽ തന്നെ വീണ്ടും വീണ്ടും ഇട്ട് പൊരിച്ചെടുക്കുന്നു. പിന്നെ പോരെങ്കിൽ നാറ്റം വെച്ച് നാറിയ എണ്ണയാണ് അവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇതിനൊക്കെ ആയിട്ട്. എന്നിട്ട് അതിൻ്റെ വിലയെന്ന് പറയുന്നത് 14 രൂപയാണ് ഒരു ബോണ്ടയുടെ വില. പിന്നെ അതുപോലെ പരിപ്പുവടയുടെ വിലയും 14 രൂപ തന്നെയാണ്. അതൊക്കെ ഇത്തിരി പൂലേ കാണുള്ളൂ. ഞാൻ പല സ്ഥലത്തുനിന്നും പരിപ്പുവട കഴിച്ചിട്ടുണ്ട്. എനിക്ക് പരിപ്പുവട ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അനിയത്തി നന്നായിട്ട് പരിപ്പുവട ഉണ്ടാക്കും. പരിപ്പുവട ഈ പറയുന്ന സാധനങ്ങളെല്ലാം അവൾക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന സാധനം തന്നെയാണ്. പരിപ്പുവട അവൾ ഉണ്ടാക്കും, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പക്ഷേ പലപ്പോഴും കടകളിൽ പോയി നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ പരിപ്പുവട ഇത്രേ കാണുള്ളൂ, ഒരു കുഞ്ഞു പരിപ്പുവട ആയിരിക്കും. അതല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ തേച്ചൊട്ടിച്ച് പരത്തി അങ്ങ് വയ്ക്കും. നല്ല വലിപ്പമായിരിക്കും നോക്കുമ്പോൾ, പക്ഷെ കട്ടിയില്ലാതെ ഇങ്ങനെ പരത്തി അങ്ങ് വയ്ക്കും. അതൊക്കെ അവരുടെ ഒരു ട്രിക്കാട്ടോ. അതിൻ്റെ വിലയെന്ന് പറയുന്നത് 14 രൂപയെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഉള്ളിവടയുടെ വിലയെന്ന് പറഞ്ഞാൽ 14 രൂപ. അതിൽ വലിയ അതിശയോക്തി പറയാനില്ല. സവാളയ്ക്ക് 90, 100 ഒക്കെ രൂപയാണ് വില. അപ്പോൾ പിന്നെ അവർ ഉള്ളിവടയ്ക്ക് ഈ വില ഇടുന്നതിൽ അർത്ഥമൊന്നുമില്ല. അതൊന്നും പറയണ്ട. ഉള്ളിവടയൊക്കെ ഇടുന്നത് അവർ ഇവിടെ നിന്നുള്ള ഉള്ളിയല്ല മേടിച്ചിടുന്നത്, അവർ തമിഴ്നാട്ടിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്ന ഉള്ളിയാണ്. അതുകൊണ്ട് തന്നെ അവർക്കതിൽ നഷ്ടമൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല. പിന്നെ പഴംബോളിയുടെ വിലയാണ് എനിക്ക് ചിരി വന്നത് കേട്ടപ്പോൾ. 15 രൂപ പഴംബോളിയുടെ വില. പഴംപൂരി ആയിരിക്കണം ഇവർ പഴംബോളി എന്ന് പറയുന്ന, വാഴയ്ക്കപ്പം എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ വില ഒരെണ്ണത്തിന് 15 രൂപ. ഒരു പഴം ഉണ്ടെങ്കിൽ, ഒരു ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അതിൻ്റെ വലിപ്പം അനുസരിച്ച് അത് ബ്ലേഡ് കനത്തിലാണ് അവർ മുറിച്ചെടുത്തിട്ട് മൈദമാവും ഇച്ചിരി ഏലക്കപ്പൊടി, ചിലപ്പോൾ ചിലർ ഏലക്കപ്പൊടി ഇടില്ല, ഒരു സ്വല്പം സോഡാപ്പൊടി, ഇത്തിരി പഞ്ചസാര, ഇച്ചിരി മഞ്ഞൾപ്പൊടിക്ക് പകരം കൂടുതൽ ആളുകളും ഹോട്ടലിലൊക്കെ ഫുഡ് കളർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വീട്ടിൽ യൂസ് ചെയ്യുന്നവർ മാത്രമേ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാറുള്ളൂ. ഇതിൽ ഇങ്ങനെ മുക്കിയെടുത്ത് പൊരിച്ചെടുക്കുന്നതിന് ഒരെണ്ണത്തിൻ്റെ വില 15 രൂപ കേട്ടോ. ഒരു പഴം ഉണ്ടെങ്കിൽ എത്ര പേർക്ക് കൊടുക്കാമെന്നറിയാമോ? കട്ടി കുറച്ചാണ് പഴം വയ്ക്കുന്നത്. അതിൻ്റെ മണ്ടയിൽ വരുന്ന ആ ഒരു എന്താണ് പറയുന്നത്, ആ ഒരു മിശ്രിതം, ആ ഒരു കൂട്ടാണ് അതിൽ പൊതിഞ്ഞ് നല്ല വണ്ണത്തിൽ വരുന്നത്. പിന്നെ ഒരു സുഖിയൻ്റെ വിലയും ഒരെണ്ണം 15 രൂപയാണ് ഒരു സുഖിയൻ എന്നൊക്കെ പറയുന്നത് ചെറുതാണ് അവരുണ്ടാക്കി തരുന്നത്. പണ്ടൊക്കെ വലുത് മേടിക്കാൻ കിട്ടുമായിരുന്നു, ഇപ്പോൾ എല്ലാം ചെറുതാണ്. അതിൻ്റെ വിലയും 15 രൂപയാണ്. പിന്നെ ബ്രൂ കോഫിയുടെ വില എത്രയാണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ബ്രൂ കോഫിയുടെ വില 30 രൂപയാണ് ഒരു ബ്രൂ കോഫിയുടെ വില. എന്തൊരു വിരോധാഭാസമാണ് ഇതെന്ന് ഒന്ന് ഓർത്ത് നോക്കൂ. 30 രൂപ ഒരു ബ്രൂ കോഫിയുടെ വില. ബ്രൂ കോഫി എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയാണ്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഹോട്ടലിലൊക്കെ കൂടുതലായിട്ട് പാല് യൂസ് ചെയ്യുന്ന ഈ മുരളിയ പാലെന്ന് പറയുന്ന പാലുണ്ടല്ലോ, അത് നല്ല കട്ടിയുള്ള പാലാണ്. അതാണ് കൂടുതലും ഇതുപോലെയൊക്കെയുള്ള റെസ്റ്റോറൻറ്റിലൊക്കെ അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാലിനകത്ത് ഇവർ ബ്രൂ കോഫി എന്ന് പറയുന്നത് ഈ പാലിനകത്ത്, ഈ കട്ടിയുള്ള പാലിനകത്ത്, അത് ഒരുപാട് വെള്ളം ചേർത്തെടുക്കാൻ പറ്റുന്നതാണ്. ആ പാലിനകത്ത് ഇവർ പൊട്ടിച്ചിടുന്നതെന്ന് പറഞ്ഞാൽ 2 രൂപയുടെ ചെറിയ പാക്കറ്റ് ഉണ്ട് ബ്രൂവിൻ്റെ, അതാണ് പൊട്ടിച്ചിടുന്നത്, കോഫി ഉണ്ടാക്കാനായിട്ട് പൊട്ടിച്ചിടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു 2 രൂപയുടെ ആ ഒരു കോഫിയുടെ ആ പൗഡർ ഇട്ടിട്ട് ഇത്തിരി പഞ്ചസാര ഇട്ട് ഈ പറയുന്ന പാലും വെള്ളവും ചേർത്ത് അടിച്ച് തരുന്നതിന് 30 രൂപ. എന്ത് തെമ്മാടിത്തരാ ഇത്! സാധാരണപ്പെട്ട ആളുകൾക്കൊന്നും കുടിക്കുകയും കഴിക്കുകയൊന്നും വേണ്ടേ? ഇനി ബാക്കി കേട്ടോളൂ. ബൂസ്റ്റ് കോഫിക്കും അതേപോലെ തന്നെയാണ് 30 രൂപ. ബൂസ്റ്റ് കോഫി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ബൂസ്റ്റ് ഇടും. ഈ ബൂസ്റ്റ് ഇടുന്നതെന്ന് പറഞ്ഞാൽ ബൂസ്റ്റ് ഇങ്ങനെ കോരി വാരി ഇടൂല. 5 രൂപയുടെ പാക്കറ്റില്ലേ ബൂസ്റ്റിൻ്റെ, അതൊക്കെയാണ് അവരവിടെ യൂസ് ചെയ്യുന്നത്, അതാണ് ഇടുന്നത്. അതല്ലാതെ സ്പൂൺ വെച്ചിട്ട് കോരി വാരി അങ്ങ് എടുത്തൊന്നുമില്ല, ഒരിത്തിരി, അത്രയേ ഉള്ളൂ. ഒരു 5 രൂപ പാക്കറ്റ് മേടിക്കുമ്പോൾ അതിൽ എത്ര പൊട്ടിച്ചെടുക്കാൻ പറ്റുമോ അതേ കാണുള്ളൂ. അതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 30 രൂപ കേട്ടോ. പിന്നെ
ഹോർലിക്സ് കോഫി അതിൻ്റെ വിലയും 30 രൂപയാണ്. അതും ഇതുപോലെ ചെറിയ 5-ൻ്റെ പാക്കറ്റ് ആയിരിക്കണം പൊട്ടിച്ചിടുന്നത്. അല്ലെങ്കിൽ പോലും അതിൽ ഒരുപാടൊന്നും വാരിയിടില്ല. ഈ കോഫി എന്ന് പറയുന്ന സാധനം തന്നെ ഒരു കപ്പിൻ്റെ മൂട്ടിൽ ഒരു ഇത്തിരിപ്പൂലം കാണും, അത്രേ ഉണ്ടാവൂ. പിന്നെ പൊറോട്ടയുടെ വില, പൊറോട്ട ഒരെണ്ണം 15 രൂപ. എന്തോരാണ് ഒരു വ്യക്തിക്ക് വിശന്നിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൻ്റെ പോക്ക്. 15 രൂപ പോലും ഒരു പൊറോട്ടയുടെ വില. എന്നിട്ട് അപ്പത്തിനാണെങ്കിൽ 15 രൂപ. ഒരു പൊറോട്ട എന്നൊക്കെ പറയുന്നത് ഇത്രേ കാണുള്ളൂ. വട്ടക്കണ്ണി എന്നൊക്കെ പറയും, നമ്മളൊക്കെ പറയും വട്ടക്കണ്ണീർ എത്രയുള്ളൊരു ദോശ എന്നൊക്കെ പറയും. വട്ടക്കണ്ണി എന്ന് വെച്ചാൽ വട്ടയില ഉണ്ടല്ലോ, കണ്ണുള്ള കുഞ്ഞു വട്ടയില, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ അതിൻ്റെ വിലയെന്ന് പറയുന്നത് 15 രൂപ. അതുപോലെ തന്നെ ഒരു അപ്പത്തിൻ്റെ വിലയെന്ന് പറഞ്ഞാലും അത് തന്നെ 15 രൂപ. അപ്പോൾ ഒക്കെ കടകളിലൊക്കെ മേടിക്കുന്ന വെള്ളയപ്പമൊക്കെ ഇത്തിരി പുലിയെ കാണുള്ളൂ, അതിൻ്റെ വിലയും 15 രൂപയാണ്. കൂടുതലും പുളിച്ചതാവാനാണ് സാധ്യത. അപ്പോൾ കൂടുതലും മേടിക്കുന്നതിന് ഇത്തിരി പുളിപ്പ് കൂടുതലായിരിക്കും. പിന്നെ മുട്ടക്കറിയുടെ വില കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. മുട്ടക്കറിയുടെ വിലയെന്ന് വെച്ചാൽ ഒരു മുട്ടയാണ് അതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരിത്തിരി സവാള ചാറ് പോലെയൊക്കെ ഒരിത്തിരി പുലം കാണും. മാന്യമായിട്ട് നല്ല രുചിയായിട്ട് കിട്ടുന്ന ഹോട്ടലുകൾ അപൂർവമാണ്. അപ്പോൾ അതിൽ ഒരുപാടൊന്നും കാണില്ല. അറിയാലോ, ഒരാൾ കൂട്ടുന്ന കറി എത്രയുണ്ടെന്നറിയാലോ. ഒരു മുട്ടയുടെ വില നമ്മൾ സാധാരണ രീതിയിൽ ഒരു മുട്ടയുടെ വില എന്ന് പറഞ്ഞാൽ മാക്സിമം അങ്ങേറ്റം 7 രൂപയ്ക്കാണ് നമ്മൾ പുറത്തേക്ക് മുട്ട വിൽക്കുന്നത്. അത് പലപ്പോഴും നമുക്ക് കിട്ടുന്നതനുസരിച്ചാണ് നമ്മൾ മുട്ടയുടെ വില. ഇപ്പോൾ അതായത് നമ്മുടെ വീട്ടിൽ മുട്ടയുടെ കച്ചവടം ഉണ്ട്. കാരണം നമുക്ക് ചെറിയൊരു ഞാൻ ഇന്നാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കുഞ്ഞൊരു കടയുണ്ട്, പലചരക്ക് സാധനങ്ങളെല്ലാം വിൽക്കുന്ന ഒരു കടയാണ്. അപ്പോൾ ഇവിടെ മുട്ടയുണ്ട് സ്വാഭാവികമായിട്ട്. അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് മുട്ട കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ 7 രൂപയ്ക്കാണ് ഇപ്പോൾ മുട്ട കൊടുക്കുന്നത്. പക്ഷേ ഒരു മുട്ടയുടെ പുറത്ത് നമുക്ക് ഒരുപാട് പൈസയൊന്നും കിട്ടത്തില്ല. ചിലപ്പോൾ 50 പൈസ കിട്ടുന്ന സമയം കാണും, ചിലപ്പോൾ 1 രൂപ കിട്ടുന്ന സമയം കാണും, അങ്ങനെയൊക്കെ വരും. പക്ഷേ ഇപ്പോഴത്തെ നിലവിലുള്ള വില 7 രൂപയാണെങ്കിലും ആ മുട്ട വിൽക്കാൻ കിട്ടുന്നത് നമ്മളെപ്പോലുള്ളവർക്കൊക്കെ കിട്ടുന്നത് വലിയ ലാഭത്തിനല്ല കിട്ടുന്നത്. കാരണം നമ്മളൊക്കെ 5-6 ട്രേ വാങ്ങിക്കത്തുള്ളൂ. പക്ഷേ ഈ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലൊക്കെയാണെന്ന് പറഞ്ഞാൽ ട്രേ അട്ടിക്കാണ് അവരെടുത്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് തുച്ഛമായ വിലയ്ക്കാണ് ഈ പറയുന്നത് പോലെ കിട്ടുന്നത്, മുട്ടയൊക്കെ കിട്ടുന്നത്. സവാളയാണെങ്കിലും ചാക്ക് കണക്കിനാണ് ഇറക്കുന്നത്. നമ്മുടെയൊക്കെ കടയിൽ 10 കിലോ 15 കിലോ സവാളയൊക്കെ എടുക്കത്തുള്ളൂ, അതിന് മുകളിലോട്ടൊന്നും എടുക്കത്തില്ല. അത് പോയി കഴിയുമ്പോഴേ പിന്നീട് എടുക്കത്തുള്ളൂ. പക്ഷെ അതേസമയം ഇങ്ങനെയല്ല, ഹോട്ടലിലോ റെസ്റ്റോറൻറ്റിലോ ആണെങ്കിൽ അവർ ചാക്ക് കണക്കിനാണ് ലോഡ് ഇറക്കുന്നത്. അപ്പോൾ അവർക്ക് തുച്ഛമായ പൈസയ്ക്കാണ് ഇത് ഓരോ കിലോ വെച്ചിട്ട് കിട്ടുന്നത്. എന്നിട്ട് പോലും ഇവർ മുട്ടക്കറിക്ക് വെച്ചിരിക്കുന്ന വില 40 രൂപ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് എന്താണ് ഇതൊക്കെ? 40 രൂപ ഒരു മുട്ടക്കറിയുടെ വില. പിന്നെ അതുപോലെ തന്നെ കടലക്കറിയൊക്കെ എന്തുവാണ്? കടലക്കറിയൊക്കെ ഒരു മനുഷ്യന് പേരിന് വേണ്ടിയല്ലേ അതിനകത്ത് കടല ഗ്രേവി എല്ലാം കൂടെ വന്നിട്ട് ഒരിത്തിരിയേ കിട്ടത്തുള്ളൂ. അതിൻ്റെ വിലയും 40 രൂപയാണ് ഒരു കടലക്കറിയുടെ വില. അപ്പോൾ ഒരു ഫാമിലി കടയിൽ കയറി ഭക്ഷണം കഴിക്കണമെങ്കിൽ എത്ര രൂപ അവർ കയ്യിൽ കരുതേണ്ട ആവശ്യമുണ്ട്? ഒന്ന് ഓർത്ത് നോക്കൂ. പിന്നെ അതുപോലെ നാരങ്ങ വെള്ളത്തിൻ്റെ വില കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് പിടിച്ചു നാരങ്ങ വെള്ളത്തിൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ. ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ വില 25 രൂപ. ഒരു നാരങ്ങയ്ക്ക് എത്ര രൂപയാണ് വിലയുള്ളത്? ഈ പിന്നെ കടകളിലും ഒക്കെ ഈ നാരങ്ങ വെള്ളം കൊടുക്കുന്ന കടകളിലൊക്കെ 1 കിലോ 2 കിലോ നാരങ്ങ അല്ല അവരെടുത്ത് വെക്കുന്നത്. അവർ അട്ടിക്ക് നാരങ്ങ എടുത്ത് സൂക്ഷിച്ച് വെക്കുന്നവരാണ്. അപ്പോൾ ഒരു നാരങ്ങ എടുത്താൽ എത്ര പേർക്ക് വെള്ളം പിഴിയാം? ഒന്ന് ഓർത്ത് നോക്കിയാണ്. ഒരു നാരങ്ങ വെച്ചിട്ട് 4 പേർക്കെങ്കിലും വെള്ളം കൊടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു നാരങ്ങയാണെങ്കിൽ 4 പേരിൽ കൂടുതലും വെള്ളം പിഴിയാൻ പറ്റും വേണമെങ്കിൽ. അപ്പോൾ ഒരു മുറി നാരങ്ങ, കുഞ്ഞൊരു നാരങ്ങയാണെങ്കിൽ, ഒരു പേട്ടൊരു നാരങ്ങയാണെങ്കിൽ പോലും ഒരേ വെള്ളം സുഖമായിട്ട് പിഴിഞ്ഞെടുക്കാനൊക്കും. എന്നിട്ട് ഇതിനകത്ത് പറയുന്നത് ഒരു നാരങ്ങ വെള്ളത്തിന് 25 രൂപയാണ് വിലയെന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്തൊരു പോക്കാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനെതിരെ ഒന്നും ശബ്ദമുയർത്താൻ ആർക്കും പറ്റില്ല, ആരും മിണ്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നിവാസത്തിൽപ്പെട്ട രീതിയിൽ ബോധിച്ചതുപോലെ ഇവർ വില എഴുതി മേടിക്കുന്നത്. സാധാരണക്കാർക്ക് പ്രശ്നമല്ല, അവർ കടയിൽ കയറി നന്നായിട്ട് വെട്ടി വിഴുങ്ങിയിട്ട് അവരുടെ കയ്യിൽ സാധാരണക്കാർക്കല്ല, കാശുള്ളവർക്ക് പ്രശ്നമില്ല. അവർ നന്നായിട്ട് കഴിച്ചിട്ട് ഗൂഗിൾ പേയും ചെയ്തിട്ട് അവരങ്ങ് പോവും, അവർക്ക് വേറെ പ്രശ്നമില്ല. പക്ഷെ കയ്യിൽ 10ൻ്റെ പൈസ ഇല്ലാതെ പോകുന്നവർ എന്ത് ചെയ്യും? ഇപ്പോൾ കുറച്ച് പേര് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോവുകയാണെന്ന് വെച്ചോ, അവരുടെ കയ്യിൽ വണ്ടിക്കൂലിക്കുള്ള കഷ്ടപ്പെട്ട പൈസ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലും ചെക്ക് ചെയ്യുക എന്തെങ്കിലും വേണമെങ്കിൽ അത്തരത്തിലുള്ള പൈസ ഉണ്ടാവുള്ളൂ. അവർക്ക് കയറി ഇത്തിരി വെള്ളം കുടിക്കണോ, അല്ലെങ്കിൽ ഒരു കടിയോ എന്തെങ്കിലും കഴിക്കണമെന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ പോകുന്നത് ഇത്രയും ദൂരെയൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ 3-4 പേരൊക്കെ ഒരു വീട്ടിൽ നിന്ന് പോയിന്ന് വരും. അപ്പോൾ അവർ എങ്ങോട്ട് പോവും? വണ്ടിക്കൂലിയാണെങ്കിലോ അതിനപ്പുറം ഭീകരമാണ് വണ്ടിക്കൂലിയുടെ അവസ്ഥയെന്ന് വെച്ചാൽ. വണ്ടിയിലൊന്നും കയറാൻ നിവർത്തിയില്ല. ബസ്സിലൊക്കെ ആയാലും KSRTCയിലായാലും എന്തൊരു വിലയാണിത്.
മനുഷ്യരെ കൊന്നാണ് ഖജനാവിൽ ഇപ്പോൾ പൈസ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. കൊന്ന് ഏത് രീതിയിൽ തൊട്ട് കഴിഞ്ഞാൽ പണമാണ്, ഒടുക്കത്തെ പണമടപ്പാണ്. തൊട്ട് കഴിഞ്ഞാൽ എല്ലാത്തിലും എവിടെ തിരിഞ്ഞാലും പണമടപ്പാണ്. ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഒന്ന് ഓർത്ത് നോക്കിയാണ്. അരിയുടെ വില എത്രയാണ്? 40-45 രൂപയ്ക്കാണ് 1 കിലോ അരിയുടെ വില. ഒന്ന് ഓർത്തു നോക്കൂ, 1 കിലോ അരിയുടെ വിലയെക്കുറിച്ച് ഒന്ന് ഓർത്തു നോക്കൂ. അതുപോലെ സവാളയ്ക്ക് ഇടയ്ക്ക് വെച്ച് 120, 100, 90 അങ്ങനെയായിരുന്നു വില. ചെറിയ ഉള്ളിക്കും അതുപോലെ തന്നെയായിരുന്നു വില. നമുക്കിവിടെ വീട്ടിൽ കച്ചവടം ഉള്ളതുകൊണ്ട് നന്നായിട്ട് അറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. തേങ്ങയുടെ വില, തേങ്ങ 2 രീതിയിലാണ് തേങ്ങയുടെ വില. 70 രൂപയിട്ട് കൊടുക്കുന്ന തേങ്ങയുണ്ട്, അതിക്ക് മുകളിൽ കൊടുക്കുന്നുണ്ട്, അതിൽ കുറച്ച് താഴ്ത്ത് കൊടുക്കുന്ന വിലയുണ്ട്. ചില തേങ്ങകളൊക്കെ ഒരു തേങ്ങ എടുത്ത് വയ്ക്കുമ്പോൾ 1 കിലോ തേങ്ങ ആവുന്നുണ്ട്. അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ വില, വെളിച്ചെണ്ണ 140 രൂപയാണ്. അരക്കുപ്പി വെളിച്ചെണ്ണയുടെ വില 140 രൂപ, അതായത് 500 ഗ്രാം വെളിച്ചെണ്ണ. പിന്നെ നമ്മളിവിടെ കടയിലെന്ന് പറഞ്ഞാൽ നോർമലായിട്ട് നല്ല ആട്ടിയ വെളിച്ചെണ്ണ മില്ലിൽ നിന്ന് കിട്ടുന്നത്, അതാണ് നമ്മളിവിടെ എടുത്ത് കച്ചവടം ചെയ്യുന്നത്. നമ്മളല്ലാതെ ലോക്കൽ എണ്ണയൊന്നും പാക്കറ്റ് എണ്ണ അതൊന്നും എടുക്കുന്ന പരിപാടിയില്ല. അപ്പോൾ ആ എണ്ണയ്ക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാണ്, നമുക്ക് കിട്ടുന്നത് 10 രൂപ കിട്ടും. ഒരു കുപ്പി എണ്ണ പോകുമ്പോഴത്തേക്ക് 10 രൂപ വെച്ചിട്ടൊക്കെ കിട്ടും ഒരു കുപ്പി എണ്ണയുടെ പുറത്ത്. അപ്പോൾ ഈ 140 രൂപയ്ക്കാണ് അരക്കുപ്പി 500 ഗ്രാം എണ്ണ വിൽക്കുന്നത്. ഇത് നമുക്ക് മാനസികമായിട്ട് നല്ല വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ 1 കിലോ വെളുത്തുള്ളിയുടെ വില 400 രൂപ. ഇതൊക്കെ എന്ത് പോക്കാണ്? ഇതൊക്കെ എന്തോന്ന് തോന്നിയാസങ്ങളാണ് ഇങ്ങനെ സാധനങ്ങൾക്ക് വില കയറ്റി വിടുന്നത്? ഒന്ന് ഓർത്തു നോക്കൂ. ഇതിൻ്റെയൊക്കെ കാര്യം മാത്രമല്ല, ഹോർലിക്സിൻ്റെയൊക്കെ ഇപ്പോഴത്തെ 5 രൂപയുടെ സാഷയുടെ അവസ്ഥ കണ്ടാലുണ്ടല്ലോ നമുക്ക് ഉയിര് കത്തിപ്പോവും, അത്രയ്ക്ക് ചെറുതാണ്. ഇതിനെതിരെ എന്ന് ചോദ്യം ചെയ്യാനൊന്നും ഇവിടെ ആരുമില്ല. വെറുതെ ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ദിവ്യയുടെയും ക്രിസിൻ്റെയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതിൻ്റെ താഴെയിൽ വന്ന കുറേ സീരിയൽ പ്രാന്തികൾക്കുള്ള ഓരോ കമൻറ്റുകൾ കണ്ടാലുണ്ടല്ലേ, എനിക്കാണെങ്കിൽ ഭ്രാന്ത് പിടിച്ച് കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ നല്ല രീതിയിൽ മറുപടി തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ഇതുപോലെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഏതെങ്കിലും സീരിയൽ കാര്യമൊക്കെ എടുത്തിടുമ്പോഴത്തേക്ക് ഇവളുമാർക്കൊക്കെ നല്ല രീതിയിൽ വന്ന് റിയാക്ട് ചെയ്യാൻ അറിയാം. കമൻറ്റോളികളുടെ കാര്യം കേട്ടോ, കമൻറ്റോളികൾ എന്ന് പറയുന്നത് മാന്യമായി വന്ന് കമൻറ്റ് ചെയ്യുന്നവരല്ല, ഇതുപോലെ പ്രാന്ത് പിടിച്ച് കുറേ എണ്ണമുണ്ട്. അത്തരത്തിൽ വന്ന് കമൻറ്റ് ചെയ്യുന്ന കമൻറ്റോളികൾക്കൊക്കെ അതിന് നല്ല വിരുദാണ്. അതേസമയം ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ ഇവളുമാർക്കൊന്നും നാവ് പൊന്തില്ല. മനസ്സിലായില്ലേ? ഇവളുമാർക്കൊന്നും നാവ് പൊന്തില്ല. ഇതുപോലെ ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ ഇവർക്ക് ഒറ്റയൊരുത്തിയൊക്കെ നാവ് പൊന്തില്ല. ക്രിസിനെ പിന്നെ ദിവ്യ ഉമ്മ വെച്ചപ്പോൾ അതിന് നമ്മൾ റിയാക്ട് ചെയ്തു. കാരണം എന്താണ്? പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, അവർ ചെറിയ പ്രായത്തിലുള്ളവരെന്നല്ല. അതുപോലെ അത്രയും അതായത് കെട്ടിച്ച് വിടാൻ പ്രായമുള്ള ഒരു പെങ്കൊച്ചുള്ള ഒരു തള്ള കാണിക്കുന്ന എന്തുവാണ് ഇവർ കാണിക്കുന്നത്? ഇതൊരു വെറുപ്പീരാണ് കാണിക്കുന്നത്, വെറുപ്പീര്. അത് ശരിക്കും വെറുപ്പീരായതുകൊണ്ടാണ് ചില ഉളുമാർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ചില മൂദേവികൾ എന്നോട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്നോ, എനിക്ക് ക്രിസിനെ ദിവ്യ കിസ് ചെയ്യുമ്പോൾ എനിക്ക് കുശുമ്പാണെന്ന്. എനിക്കെന്തിന് കുശുമ്പ് തോന്നണം? അത്തരത്തിൽ പറയുന്നവരടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമാണ്, എനിക്ക് കുശുമ്പ് തോന്നേണ്ട കാര്യമില്ല. എനിക്ക് ഭർത്താവില്ലാത്തവളല്ല ഞാൻ, മനസ്സിലാക്കണം കേട്ടോ. എൻ്റെ ഭർത്താവ് കിളവനുമല്ല, നല്ല ആരോഗ്യമുള്ള എന്നേക്കാളും ഭംഗിയുള്ള ആളാണ് കാണാൻ എൻ്റെ ഭർത്താവ്. എൻ്റെ ഭർത്താവാണ് കാണാൻ, ക്യൂട്ടാണ് അദ്ദേഹത്തെ കാണാൻ. പിന്നെ ഞാൻ എന്തിനാണ് ഈ കണ്ട മൂപ്പിലാന്മാരെ ഓരോരുത്തരെടുത്തിട്ട് ഉമ്മ വയ്ക്കുന്ന കാണുമ്പോൾ എനിക്കെന്തിന് കുശുമ്പ് തോന്നാനാണ്? ഒന്ന് മനസ്സിലാക്കിക്കോളൂ. എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോയുടെ വിഷയം അതല്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞു പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പക്ഷേ ഇങ്ങനെ വില വർദ്ധിച്ച് വരുന്നത് സാധാരണപ്പെട്ട ആളുകൾക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമായിരിക്കും. കാരണം പല സ്ഥലത്തും പോകുന്ന ആളുകളുണ്ട്, പെൻഷൻ മേടിക്കാൻ പോകുന്നവരുണ്ട്, അല്ലാതെ തന്നെ ഹോസ്പിറ്റലുകളിൽ പോകുന്ന ആളുകളുണ്ട്, അതുപോലെ എന്തെങ്കിലും ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന അമ്മച്ചിമാരും പ്രായമായ നമ്മുടെ അച്ഛന്മാരും അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അമ്മ പെങ്ങന്മാരായാലും കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് പോകുന്നവരുണ്ട്. പൊടി മക്കളെ 1, 2, 3 മക്കളെയൊക്കെ കൊണ്ട് എന്തെങ്കിലും ആവശ്യത്തിന് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് വരുന്ന നമ്മുടെ സഹോദരിമാരുണ്ട്. കുഞ്ഞുങ്ങൾക്ക് തൊണ്ട വലഞ്ഞ് ഇത്തിരി ദാഹിക്കുമ്പോഴത്തേക്ക് എപ്പോഴും നമുക്ക് വീട്ടിൽ നിന്ന് കുപ്പിക്കണക്കിന് വെള്ളം കൊണ്ട് നടക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. കുഞ്ഞുങ്ങൾക്ക് ഒരു നാരങ്ങ വെള്ളം മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഒരു നാരങ്ങ വെള്ളത്തിന് 25 രൂപയൊക്കെ ആകുമ്പോൾ എങ്ങനെ മേടിച്ച് കൊടുക്കാൻ പറ്റും? അതാ ഇത്രയും നീളമുള്ള ഗ്ലാസ്സിലൊന്നും അല്ല അവർ തരുന്നത്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ മാക്സിമം ഇത്രയുള്ളൊരു കുഞ്ഞു പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ തന്നെ ഇപ്പം എല്ലാം തട്ടിപ്പും വെട്ടിപ്പുമാണ്, എല്ലാം ഒപ്പീരാണ് തരുന്നത്. അപ്പോൾ എന്താണ് 3 പേര് വെള്ളം കുടിക്കണമെങ്കിൽ തന്നെ എത്ര രൂപ വേണം കയ്യിൽ? വെറും വെള്ളം കുടിക്കണമെങ്കിൽ തന്നെ
ഒന്ന് ഓർത്ത് നോക്കൂ. ഇതിനെതിരെ ശബ്ദമുയർത്തണം ജനങ്ങൾ. തീർച്ചയായും എൻ്റെ ഒരു അഭിപ്രായം അതാണ്. ഇതിനെതിരെ ഇമാതിരിയുള്ള തോന്നിയാസങ്ങൾക്ക് നല്ല രീതിയിൽ ശബ്ദമുയർത്തണം. നമ്മുടെ ഈ ഗവൺമെൻറ് എന്താണ് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ വോട്ടും മേടിച്ച് ജയിച്ച് കഴിയുമ്പോഴത്തേക്ക് തിരിഞ്ഞു നിന്ന് കൊഞ്ഞണം കുത്തുന്ന ഒരു സർക്കാരാണ് നമുക്കുള്ളതെന്ന് ഞാൻ പറയുള്ളൂ. എന്നെ ഇനി ആരൊക്കെ തെറി വിളിച്ചാലും ശരി തന്നെയാണ്. ഒന്ന് ഓർത്ത് നോക്കൂ, നമുക്ക് എന്ത് സുരക്ഷിതത്വമാണുള്ളത്? ഒരു 2 ദിവസം മഴ തോരാതെ പെയ്തു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറിനെ ഓർത്ത് ആദ്യ പിടിച്ച് കിടക്കുന്ന മനുഷ്യരാണ് നമ്മളെ ഒരു തരത്തിലും രക്ഷപ്പെടുത്താനായിട്ട് നമ്മളെ സർക്കാർ മുന്നിട്ട് ഇറങ്ങുന്നില്ല. നോക്കൂ, നമ്മുടെ വീട് തന്നെ നോക്കൂ. എത്രയോ തവണ ഞാൻ പഞ്ചായത്തിൽ ഒരു വീടിന് വേണ്ടിയിട്ടൊക്കെ പരാതിയൊക്കെ കൊടുത്തതാണ്. ഇനിയിപ്പോൾ പഞ്ചായത്തിനെ ഒന്നും നമ്മൾ ആശ്രയിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ തന്നെ പോവും. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. പാവങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടുള്ളതാണ് സർക്കാർ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വോട്ടൊക്കെ തന്ന് ജയിപ്പിച്ച് വിടുന്നത് നിങ്ങളിൽ ഓരോരുത്തരെയായിട്ട്. അത് ഏത് പാർട്ടി ആയാലും നിങ്ങൾക്ക് ചില ഉത്തരവാദിത്വമുണ്ട് സമൂഹത്തോട്. ഒന്നുമില്ല എന്ന് പറയരുത്. ഇങ്ങനെ സാധാരണക്കാർക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ സാധനങ്ങൾക്കൊക്കെ ഇങ്ങനെ വില കൂടുന്നു. ഓരോ സാധനത്തിനും മേടിക്കാൻ പറ്റാത്ത കണക്കുള്ള വിലയാണ്. ഏത് സാധനത്തിൽ ചെന്ന് തൊട്ടാലും വിലയാണ്. വിലയില്ലാത്ത ഒന്നെന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ഒരു പട്ടിയെ ആരെങ്കിലും തല്ലിക്കൊന്നാൽ മതി, ചോദിക്കാൻ ആളുണ്ട്. ഒരു പാമ്പിനെ തല്ലിക്കൊന്നാൽ ചോദിക്കാൻ ആളുണ്ട്. ഒരു പന്നിയെ വെടിവെച്ച് വന്നാൽ ചോദിക്കാൻ ആളുണ്ട്. അതേസമയം ഒരു മനുഷ്യനെ തെരുവിലിട്ട് മൃഗീയമായിട്ട് കൊത്തി അരിഞ്ഞാൽ പോലും ചോദിക്കാൻ ആരും കാണില്ല. അത് കുറച്ച് ദിവസം മീഡിയക്കാർ വന്ന് അവർക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ വരികയാണെങ്കിൽ മീഡിയക്കാരെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് ദിവസം കുറേ ആളുകളൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. ആ സമയത്ത് ഒരു എടുപ്പ് കാണും. പിന്നീട് അത് നിൽക്കുന്ന സമയത്ത് അതോടെ അങ്ങ് പോവും. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ. എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. എൻ്റെ അമ്മയും കുഞ്ഞമ്മയൊക്കെ വന്നു. ആലപ്പുറ ചക്കികളാണ്. ഇപ്പോൾ 2 എണ്ണവും തുടങ്ങും. അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.